എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞവരായിട്ടുള്ള ആളുകൾ ഇതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ മറ്റാളുകളെ പ്രണയിക്കുന്നു. അതുമല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ആളുകൾ വിവാഹം കഴിച്ചവരെ പ്രണയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ അവിഹിത ബന്ധങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. അപ്പോൾ ഇവിടെ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ പലരും ചോദിച്ചൊരു സംശയമുണ്ട്, കസ്തൂരി മഞ്ഞൾപ്പൊടി എന്തിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിടുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ടുള്ള തേനാണെങ്കിൽ തേനാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. നല്ല രീതിയിൽ വെളുക്കാനും സ്കിന്നിന് കളർ വെക്കാനും മൂക്കുരുവിൻ്റെയൊക്കെ കറുത്ത പാടുകൾ പോകാനും മുഖത്തെ കരിവാളിപ്പ് പോകാനും എല്ലാം ബെസ്റ്റ് ഒറിജിനൽ തേനാണ്. അത് കിട്ടുമെങ്കിൽ ഒറിജിനൽ തേൻ തന്നെ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ തൈരാണേലും ഓക്കെയാണ്, തൈരിൽ മിക്സ് ചെയ്തിട്ടാണേലും ഇടാം. ഒരു അരമണിക്കൂർ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞ് കഴുകി കളയുക. അപ്പോൾ സ്കിൻ നല്ല ബ്രൈറ്റ് ആവും, നല്ല യുവത്വമൊക്കെ സ്കിന്നിന് കിട്ടുന്നതാണ്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. 100% ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. അപ്പം നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കരുത്. വേഗം തന്നെ കസ്തൂരി മഞ്ഞൾ വേണ്ടവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തേക്കുക. ഒന്നാമതായിട്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയുമായിട്ട് വളരെ സന്തോഷത്തോട് കഴിയുന്ന, അല്ലെങ്കിൽ പുറമെ പ്രശ്നമൊന്നുമില്ലാതെ ഒരുമിച്ച് കഴിയുന്ന ഭർത്താക്കന്മാരായിട്ടുള്ള പുരുഷന്മാരെ നിങ്ങൾ ഒരു കാരണവശാൽ പ്രണയിക്കാൻ പോകരുത്. അല്ലെ അവർ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ പ്രലോഭിപ്പിക്കാൻ വന്നാലും നിങ്ങൾ ആ പ്രലോഭനത്തിൽ വീഴരുതെന്നുള്ളതാണ്. ഇപ്പോൾ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ സ്ത്രീകളെ സമീപിച്ച്, വിവാഹിതരായിട്ടുള്ള മറ്റ് സ്ത്രീകളെയൊക്കെ സമീപിച്ച് ഇതുപോലെ പല രീതിയിൽ, ഇനി വിവാഹിതരല്ലാതെ സിംഗിൾസ് ആയിട്ടുള്ള സ്ത്രീകളെ ഇങ്ങനെ സമീപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സമീപിച്ചിട്ട് പല രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും, പല രീതിയിൽ പ്രലോഭിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾ പലപ്പോഴും വീണുപോകും. അവിടെ അവർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഈ മനുഷ്യനൊരു ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഇത് ഇവരെ ശ്രദ്ധിക്കത്തില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യയുള്ള മനുഷ്യൻ അപ്പോൾ ആ ഭാര്യയായിട്ട് സെപ്പറേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഭാര്യയ്ക്ക് തന്നെയായിരിക്കും ഒന്നാം സ്ഥാനം കൊടുക്കുന്നോ, മുൻഗണന കൊടുക്കുന്നോ. അപ്പോൾ ആ ഒരു ഭാര്യയ്ക്ക് കൊടുക്കുന്ന മുൻഗണന ഒരിക്കലും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും ഒരു ശാരീരിക ബന്ധം അല്ലെങ്കിൽ ഒരു സെക്സ് നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം സാധിച്ചു കഴിയുമ്പോൾ അവർ നിങ്ങളെ കറിവേപ്പില പോലെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യും. അത് തന്നെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്വന്തം ഭാര്യ ഇത്ര ഒരു കുഴപ്പമില്ലാതെ ആ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ ആ മനുഷ്യന് ചതിക്കാൻ സാധിച്ചെങ്കിൽ സ്വന്തം ഭാര്യയെ ചതിച്ച ആ മനുഷ്യൻ നിങ്ങളെ 100% ചതിക്കും എന്നുള്ളതാണ്. പക്ഷേ പല സ്ത്രീകളും വിചാരിക്കുന്നത് എന്നെ ഒരിക്കലും ചതിക്കത്തില്ല, എന്നോട് വിശ്വസ്തനായിരിക്കും. ഒരിക്കലും അങ്ങനെ ഒരു വിശ്വസ്തത നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് വെറും മിഥ്യാധാരണയാണ്. അവിടെ തന്നെ മറ്റൊരു കുഴപ്പവും കൂടിയുണ്ട്. നിങ്ങളിങ്ങനെ ഭാര്യയുടെ കൂടത്തിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ അയാൾ പ്രലോഭിപ്പിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ അയാളുടെ കെണിയിൽ വീഴുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ മനുഷ്യനുമായിട്ടൊരു ബന്ധം പുലർത്തുമ്പോൾ ആ മനുഷ്യൻ്റെ ഭാര്യ ഉണ്ട്. ആ മനുഷ്യൻ്റെ ഭാര്യയുടെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം മുറിയും. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞില്ലേലും നിങ്ങളും കൂടി ആ ഒരു ഭാര്യയെ ചതിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ ഭാര്യയുടെ കണ്ണുനീര് അറിഞ്ഞോ അറിയാതെയോ വീഴുന്നുണ്ട്. അത് അപ്പോൾ അവർ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇത് പ്രപഞ്ചത്തിനൊരു റൂളുണ്ട്. അപ്പം നിങ്ങളും കൂടി ആ ഒരു ഭാര്യയെ ചതിക്കുമ്പോൾ നിങ്ങളും അതേ വേദന അറിയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കർമ്മ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സംഭവം തിരിച്ചടിക്കും. അപ്പോൾ ഭാവിയിൽ ഈ മനുഷ്യൻ നിങ്ങളെ ചതിക്കുമ്പോൾ നിങ്ങളും ഇരുന്ന് കരഞ്ഞ് മാക്കെന്ന് മോങ്ങിക്കൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, സ്ത്രീകൾ പലപ്പോഴും ഒരു സെക്സിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇങ്ങനെ മറ്റ് പുരുഷന്മാരുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. പലപ്പോഴും ഈ ഹസ്ബൻഡ് ഒരുപക്ഷെ അവരെ ഒരു രീതി കെയർ ചെയ്യുന്നുണ്ടാവുന്നില്ല, സ്നേഹിക്കുന്നുണ്ടാവില്ല, ഒരു രീതിയിലുള്ള മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവില്ല, പല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടാവും, അടിച്ചമർത്തി വെച്ചേക്കുമായിരിക്കും, ഒരു അടിമയാക്കി വെച്ചേക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷ സുഖമൊന്നും കിട്ടാതെ വരുമ്പോൾ അവരൊരു മെൻ്റൽ സപ്പോർട്ട് തേടിയിട്ടാണ് ഇങ്ങനെയുള്ള ആണുങ്ങളുടെ വലയിൽ പോയി ചാടുന്നത്. അവരവിടെ സെക്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ആണുങ്ങൾ സൂത്രത്തിൽ കൗശലത്തിൽ അവരെ ഈ ഒരു രീതിയിലേക്കൊക്കെ വലിച്ചിഴച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കെണിയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില അവസരങ്ങളിൽ മാത്രമേ ഈ സ്ത്രീകളുടെയും ആ ഒരു വ്യക്തമായിട്ടുള്ള അറിവോടുകൂടി അതൊക്കെ സംഭവിക്കാറുള്ളൂ. ഇനി അതല്ലേ പോലും ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, വെറുതെ മനസ്സ് തുറന്ന് നിങ്ങൾക്ക് സംസാരിക്കാനേ ഉള്ളെങ്കിലും, വേറെ ഒരു ഉദ്ദേശവും നിങ്ങൾക്കില്ലെങ്കിലും, വെറും ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിലും, ഒരു കാരണവശാൽ ഒരു ഭാര്യയുമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്ന, കുടുംബജീവിതം നയിക്കുന്ന ഒരു പുരുഷനെ, ഒരു ഭർത്താവിനെ ഒരിക്കലും നിങ്ങളൊരു ബെസ്റ്റിയായിട്ടോ ഫ്രണ്ടായിട്ടോ തിരഞ്ഞെടുക്കാതിരിക്കുക. അവൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കാതിരിക്കുക. കാരണം ഉറപ്പായിട്ടും നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു അവിഹിത ബന്ധത്തിലേക്ക് അത് വഴുതി വീഴും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളെ കഴിഞ്ഞും പ്രായം കുറഞ്ഞ പുരുഷന്മാരുമായിട്ട് ഇതുപോലെ ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടരുത് എന്നുള്ളതാണ്. കാരണം
പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ബന്ധങ്ങളിലേക്ക് പോകാം. സ്ത്രീകൾ ആ ഒരു മെൻ്റൽ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കും, പ്രത്യേകിച്ച് സെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടാവില്ല. എങ്കിൽ കൂടിയും നിങ്ങളെ കഴിഞ്ഞും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി വന്ന് നിങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് സ്നേഹം കുടഞ്ഞിട്ട് തരും, ലവ് ബോംബിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത ആൻറ്റി ലവേഴ്സ് എന്ന് പറഞ്ഞ ചില ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് തങ്ങളെ കഴിഞ്ഞ് ഒരുപാട് പ്രായം കൂടിയ സ്ത്രീകളെ സ്നേഹിക്കുക, വളച്ചെടുക്കുക, എന്നിട്ട് അവരുമായിട്ട് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു ട്രെൻഡൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ പെട്ടുപോകരുത്. പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കുമ്പോൾ തങ്ങളെ കഴിഞ്ഞും 5, 8, 10 വയസ്സൊക്കെ കുറവുള്ള യുവാക്കന്മാർ വരുമ്പോൾ പലപ്പോഴും 45 വയസ്സ് അല്ലെങ്കിൽ 40-ന് മേളിൽ പ്രായമുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. ലോട്ടറി കിട്ടുന്ന പോലെയാണ്, ഇങ്ങനെ ഒരു പുരുഷൻ എന്നെ സ്നേഹിക്കാൻ വന്നല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവന് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നിങ്ങൾ അവനോട് പറയുമ്പോൾ അവൻ പറയും പ്രായമൊന്നും പ്രശ്നമല്ല എന്ന്. പക്ഷേ ഇവൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് അവനൊരിക്കലും നിങ്ങളെ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ കൂടെ കൂട്ടാനോ വരുന്നതല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാമം തീർക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സെക്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ അടുത്താണെങ്കിൽ വളരെ സേഫായിട്ട് ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവർ അതിന് സമ്മതിക്കുകയും ചെയ്യും, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാക്കത്തുമില്ല. അപ്പോൾ ഈ സ്ത്രീയെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ പോലും പലപ്പോഴും ഈ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ ആയതുകൊണ്ട് അപ്പോൾ അവരുടെ കുടുംബം അറിയും പ്രശ്നമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒതുക്കി തീർക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഇത് വലിയൊരു മുതലെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക. അവരുടെ കള്ളത്തരം നിങ്ങൾ തിരിച്ചറിയുക. ഒരിക്കലും അങ്ങനെയുള്ള ട്രാപ്പിൽ പോയി വീഴരുത്. ഒരുപക്ഷെ നിങ്ങൾ വെറും ഒരു മെൻ്റൽ സപ്പോർട്ടായിരിക്കാം പ്രതീക്ഷിക്കുന്നത്, പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക, അങ്ങനെയുള്ള ബന്ധങ്ങളിലേ പോവാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമായിട്ട് പുരുഷന്മാരുടെ ഒരു ബയോളജിക്കൽ നേച്ചറും അവരുടെ ഒരു സൈക്കോളജിയൊക്കെ കുറേ നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ജന്തുജാലങ്ങളുടെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരും മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അതായത് ഈ ജന്തുജാലങ്ങൾ അവർക്ക് സെക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ സെക്സ് ചെയ്യുന്നു. അത് ഒരു ഇണയോടല്ല, അവർ പല ഇണകളോടൊക്കെ. ഇപ്പം മെയിൽ വർഗത്തിൽപ്പെട്ട ആനിമൽസ് തീർച്ചയായിട്ടും പല പെൺവർഗത്തിൽപ്പെട്ട അതുപോലെയുള്ള ആനിമൽസുമായിട്ട് അവർ മേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതി സെക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യന് അതിൽ നിന്നുള്ളൊരു വ്യത്യാസം, അവനും ഇതുപോലെയുള്ള ഒരു മൃഗചോദന അവൻ്റെ ഉള്ളിലുണ്ട്. അതായത് ഒരു പങ്കാളിയിൽ മാത്രമല്ല, പല പങ്കാളികളുമായിട്ട് ഈ രീതിയിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനൊക്കെയുള്ള ഒരു ത്വര ആണുങ്ങൾക്ക് ബയോളജിക്കലായിട്ട് മിക്കവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യരെന്ന രീതിയിൽ നമ്മൾ വളരെ റാഷണൽ ബീയിങ്സ് ആണ്, ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ള ജീവികളായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വിചാരങ്ങളെ അടക്കി നിർത്താനും ഒരു സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ മാന്യതകളനുസരിച്ച് ഒരു പങ്കാളിയിൽ മാത്രം ഒതുങ്ങാനും ഒക്കെ നമ്മുടെ ആ ഒരു ബുദ്ധിശക്തി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ശാരീരിക ബന്ധത്തിൻ്റെയൊക്കെ കാര്യം വരുമ്പോഴത്തേക്കും പല പുരുഷന്മാരും ഈ ഒരു മൃഗങ്ങളുടെ സ്വഭാവം കാണിക്കാറുണ്ട്. അതായത് ഒരു പങ്കാളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല, അവർ പലരുടെ പുറകെ പോകാനുള്ള ഒരു ടെൻഡൻസി പലപ്പോഴും കാണിക്കും. എല്ലാവരും അല്ല, പക്ഷേ കുറേ ആളുകൾ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മുതലെടുപ്പിന് വരുന്നവരായിരിക്കും. അപ്പോൾ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ലേ, അവർ ഈ ഒരു സെക്സിന് വേണ്ടി മാത്രം വരുന്നവരാണ്. അപ്പോൾ അവർ നിങ്ങളെ അതിനു വേണ്ടി ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് വലിച്ചെറിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു പരിശുദ്ധ പ്രേമം പ്രതീക്ഷിച്ചിട്ടാണ് അവരുടെ പിന്നാലെ പോകുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ ഭാവി മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം അവരുടെ ഉപയോഗം കഴിയുമ്പോൾ അവർ പോകുമെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു പുരുഷന്മാരുടെ ആ ഒരു ബയോളജിക്കൽ നേച്ചർ നിങ്ങൾ അറിയുക. അപ്പോൾ അവർ ശരിക്കും നിങ്ങളെ വിവാഹം കഴിക്കുമെങ്കിൽ മാത്രമേ, ആ രീതിയിലുള്ളൊരു ഉറപ്പുണ്ടെങ്കിലൊക്കെ മാത്രമേ ഇങ്ങനെയുള്ളൊരു ബന്ധങ്ങൾ നിങ്ങൾ മുതിരാവുള്ളൂ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങളെ ഇന്ന് അവർ കണ്ട് ഐ ലവ് യു എന്ന് പറയുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ മടുത്ത് കഴിയുമ്പോൾ അവൻ അടുത്ത ആളുടെ പുറകെ പോകും, നിങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറയും, അവരുമായിട്ട് പ്രണയത്തിലാവും. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ സഹായക്കണിയാണ്. പലപ്പോഴും സ്ത്രീകൾ പല അവസരങ്ങളിലും വളരെ ദുർബലകളാകാറുണ്ട്. അവർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം. ഒരുപക്ഷെ ഈ ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കത്തില്ലായിരിക്കാം, അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സഹായം ചെയ്യാൻ പോലും ആരും ഉണ്ടാവത്തില്ല. ഫിനാൻഷ്യലായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. കുറച്ച് കാശൊക്കെ അത്യാവശ്യം വരുമ്പോൾ പല ആണുങ്ങളുടെ മുന്നിലും കൈ നീട്ടുമ്പോഴാണ് ചിലപ്പം കുറച്ച് കാശൊക്കെ കിട്ടുന്നത്. അപ്പോൾ ചിലരോടൊക്കെ കടം മേടിച്ചു കഴിഞ്ഞാൽ അവർ പ്രതിഫലമായിട്ട് കാശായിരിക്കത്തില്ല തിരിച്ച് ചോദിക്കുന്നത്, പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇനി മുതൽ തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ, ആ കൊടുത്ത് ചില പലിശ കൊടുത്താൽ പോലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും വേണം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പല രീതിയിൽ സ്ത്രീകളുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ ആദ്യമേ സഹായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ചേട്ടൻ വളരെ നല്ലതാണല്ലോ, എന്നെ സഹായിക്കുന്നുണ്ട്. പക്ഷേ സഹായത്തിൻ്റെ പിന്നിൽ വലിയൊരു കെണി ഒളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരുടെ അടുത്തും സഹായം ചോദിച്ച് ചെല്ലരുത്. അത് തന്നെയല്ല, അവരുടെ ഡിമാൻഡ്സൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ട് മാത്രമേ അവരുടെ നിന്ന് ഒരു സഹായം പോലും സ്വീകരിക്കാവുള്ളൂ. അപ്പോൾ അവരുടെ ഉദ്ദേശം ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കണം.
പൊതുവായിട്ടുള്ള ചില മേഖലകളിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ചില ഏജൻസികൾ, അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കോൺടാക്റ്റിൽ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഈ ഒരു ഡയലോഗുകളൊക്കെ മറ്റ് പല സ്ത്രീകളുടെ അടുത്തും പ്രയോഗിച്ചതായിരിക്കാം. അവരെയൊക്കെ ഈ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടാവാം. ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. അപ്പം നിങ്ങളെ അവർ അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഇവരെ ഒരുപാട് സഹായമൊക്കെ ചെയ്തു തരുമ്പോൾ നിങ്ങൾ ആ കെണിയിൽ വീണ് പോകും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ അവർ സഹായിച്ചെന്നിരിക്കാം. പക്ഷേ പിന്നീട് അവർ പ്രതിഫലമായിട്ട് പ്രതീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള ശാരീരിക ബന്ധമൊക്കെ ആയിരിക്കാം. അതിനുശേഷം അവർ നിങ്ങളെ ഇതുപോലെ തന്നെ വലിച്ചെറിയും. അപ്പോൾ നിങ്ങൾ പലപ്പോഴും സ്ത്രീകൾ വലിയൊരു പരിശുദ്ധ സ്നേഹവും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് പോവുക. പക്ഷേ ശരിക്കും പണി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കേസുകൾ ഇന്ന് കൂടിക്കൂടി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി അഞ്ചാമായിട്ട്, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ നിങ്ങളെ സെക്സിന് നിർബന്ധിക്കുകയും അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും അത് ചെയ്യാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവന്മാരെ നിങ്ങൾ ഒരിക്കലും അതിന് വഴങ്ങിക്കൊടുക്കരുതെന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ളവരുടെ ഉദ്ദേശം ഇത് മാത്രമായിരിക്കും. അവർ കാമപ്രാന്തന്മാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാമപ്രാന്തന്മാരുടെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ശരീരം മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികൾ തുടക്കം തൊട്ട് തന്നെ എത്രയും വേഗത്തിൽ ഈ ഒരു സെക്സിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക. അപ്പോൾ അവരുടെ വാക്കുകൾ അങ്ങനെയായിരിക്കും. നിങ്ങളെ ആ രീതിയിൽ മയക്കുന്ന രീതിയിൽ, പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം അവരുടെ കാര്യം സാധിച്ചെടുക്കാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർ ഒപ്പിച്ചുകൊണ്ട് വരും. വേഗം തന്നെ നിങ്ങളുമായിട്ടൊരു കൂടിക്കാഴ്ച അവർ ഒപ്പിച്ചെടുക്കും. ഇനി നിങ്ങളുടെ പെർമിഷൻ ഇല്ലേ പോലും അവർ നിങ്ങളെ ഒരു ബലമായിട്ട് തന്നെ നിങ്ങളെ ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള കെണികളിലൊന്നും പോയി വീഴരുത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, പലപ്പോഴും സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പല സ്ത്രീകൾക്കും ആ ഒരു ഹസ്ബൻഡിൽ നിന്ന് ഒരുപക്ഷെ ഒരു രീതിയിലുള്ള സ്നേഹവും കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ വീട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ മുഴുവൻ അവഗണനയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ കൊണ്ടാണ്. പലപ്പോഴും അങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു ചെറിയൊരു മെൻ്റൽ സപ്പോർട്ട് കിട്ടാൻ ആരും ഇല്ല, ഒരു താങ്ങിനും തണലിനും സഹായത്തിനും. അപ്പോൾ അങ്ങനെ ഒരു താങ്ങും തണലും സഹായവും പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഇങ്ങനത്തെ ചതിക്കുഴി പോയി പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നോക്കുക. നിങ്ങളെ ഈ സ്നേഹിക്കാൻ വരുന്ന, നിങ്ങളെ ഈ പ്രലോഭിപ്പിക്കുന്ന ആ ഒരു പുരുഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുക. അവന് ഭാര്യയുണ്ടോ, കുട്ടികളുണ്ടോ, അവന് ആ ഭാര്യയുടെ കൂട്ടത്തിലാണോ താമസിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ, ഡിവോഴ്സ്ഡ് ആണെങ്കിൽ അങ്ങനെയെങ്കിലും വെക്കാം. പക്ഷേ അതല്ല, ഭാര്യയുടെ കൂട്ടത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എന്തൊക്കെ പ്രലോഭിപ്പിച്ചാലും, എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും നിങ്ങളത് വീഴാനായിട്ട് പോകരുത്. വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ കരയേണ്ട വരും. അത് തന്നെ നിങ്ങൾ അവരുടെ ഭാര്യയോടും ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, ചതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുകിട്ടാം. നന്ദി.